എന്തുവാ നിന്നെയൊക്കെ ഉണ്ടാക്കി വിട്ടത് ഏത് താ സ്റ്റാറാ ഇതാ കിടക്കുന്നു. തായുടെ കൂടെ ബാക്കിയുള്ളതിന് ഞാൻ പൂരിപ്പിച്ചെടുക്കണോ? അതെങ്ങനെയാ? പഠിക്കാൻ വിട്ട സമയത്ത് സ്കൂളിലൊക്കെ പോകണമായിരുന്നു. അവിടെ എവിടെയും തെണ്ടി തിരിഞ്ഞ് കയറി ഇറങ്ങി ഇടന്നതിൻ്റെയൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങളെ കണക്ക് മര്യാദയ്ക്ക് സ്കൂളിലൊക്കെ പോയിരുന്നെങ്കിൽ ABCD Z വരെ പഠിച്ചുകൂടായിരുന്നോ? ഞങ്ങളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതുകൊണ്ട് ഈ മലയാളത്തിലെ കോഡ് ഭാഷകളൊന്നും എഴുതി വിട്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഒന്നാമത് എനിക്ക് വിവരങ്ങളൊക്കെ ഇച്ചിരി കുറവാണ് കേട്ടാ. നിങ്ങൾ എന്തുവാണ് ഉദ്ദേശിച്ചത്? ഞാൻ ഇനിയിപ്പോ എന്താണ് പറയേണ്ടത്? എന്റെ തന്തേനെ കുറിച്ചും അല്ല ആണോ? എന്തിനാ അങ്ങേരെ അറിഞ്ഞിട്ട്? വല്ല അവാർഡും കൊടുക്കാനാണോ? അയ്യോ, ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ അലവലാതി അവാർഡുകളൊന്നും കേട്ടാ. ഞങ്ങൾക്ക് മുന്തിയ അവാർഡുകളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഈ അലവലാദികളുടെ അവാർഡൊന്നും വാങ്ങിക്കേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. ഈ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് കേട്ടാ. സമയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇരുന്ന് ആലോചിച്ചെടുക്കണം കേട്ടാ. നിങ്ങളെയൊക്കെ ഉണ്ടാക്കിയവർ പഠിപ്പിച്ച സ്വഭാവങ്ങളാണ് നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ വന്നിരുന്ന് എഴുതി വിടുന്നത്. അല്ല, എനിക്കൊന്നും ഏക്കൂല കേട്ടാ. ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊന്നും ഏക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്നെ നാറുന്നത് നിങ്ങളുടെ സ്വഭാവങ്ങളാണ് വന്നിരുന്ന് ഇങ്ങനെ എഴുതി നാട്ടുകാരെ മുന്നിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത്. നിങ്ങളുടെ മോന്തകളൊക്കെ ഒന്ന് നോക്കട്ടെ. കണ്ടാലും പറയും കേട്ടാ നിങ്ങൾ വിവരം കൂടുതലുള്ള ആളാണെന്ന്. കുറെ കുറിയും വരെ ഇട്ട് കിടന്നിട്ടൊന്നും കാര്യമില്ല. മനസ്സും കൂടി നന്നാവണം. നാണം ഉണ്ടോ നിങ്ങൾക്ക്? കുറെ മീശയെ രോമമൊക്കെ വന്നെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എങ്ങനെ നാണം വരാനാണ്? നാട്ടിലുള്ളവരുടെ തന്തമാരെ കുറിച്ചല്ലേ അന്വേഷിച്ച് ഇറങ്ങുന്നത്. നിങ്ങൾ കല്യാണം കഴിച്ചതാണോ? കല്യാണം കഴിച്ചാലേക്ക് കെട്ടരുത് കേട്ടോ. അവരെങ്കിലും രക്ഷപ്പെട്ടു പോട്ടു. കെട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ അധോഗതിയാണ് കേട്ടോ. ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലും ഉണ്ടടേ ആണുങ്ങളൊക്കെ. നിങ്ങളെ പോലുള്ള ചെറ്റകളല്ല അവരൊന്നും. നാട്ടിൽ ഒരുപാട് നല്ല ആണുങ്ങളുണ്ട് കേട്ടോ. നല്ല രീതിയിൽ സംസാരിക്കുന്ന നല്ല പക്വതയുള്ള ആണുങ്ങളുണ്ട്. അവർക്കൊക്കെ അപമാനമാണ് താങ്കളെ പോലുള്ളവരൊക്കെ കേട്ടാ. സത്യം പറഞ്ഞാൽ ഈ കമന്റ് എടുത്ത് വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഒരു താല്പര്യം ഇല്ലായിരുന്നു കേട്ടാ. എന്നാലും എൻ്റെ അച്ഛനെ പറ്റിയൊക്കെ അന്വേഷിച്ചില്ലേ ഇട്ട് കളയാന്ന് വിചാരിച്ചു. നമ്മളെപ്പറ്റി അന്വേഷിക്കുന്നവരെ പിന്നെ നമ്മൾ വെറുതെ വിടുന്നത് ശരിയല്ലേ? ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നവരെയൊക്കെ ഇടയ്ക്കൊന്ന് തോണ്ടാനൊക്കെ തോന്നും. ഒന്ന് കയറി തോണ്ടിക്കളയരുത്. അവര് ചിലപ്പോൾ വലിച്ചു പറിച്ച് കീറിക്കളയും കേട്ടാ. എന്തോ ഭാഗ്യം കേട്ടാ ഞാൻ നിങ്ങളുടെ ഭാര്യയാവാഞ്ഞത്. അല്ലെങ്കിൽ പണ്ടേക്ക് ഞാൻ അടിച്ചൊടിച്ച് എവിടെയെങ്കിലും ഒക്കെ ഇട്ട് കളഞ്ഞേനേട്ടാ.